നിങ്ങൾ കാട്ടിൽ പോയിട്ട് ഒരു ബിസിനസ് തുടങ്ങി എങ്ങനെ ഉണ്ടാവും? ആരും വരില്ലല്ലോ. അതുപോലെയാണ് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് വിത്തൗട്ട് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റ് ചെയ്യാതെ നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ കാലത്ത് കാര്യമില്ല. കാരണം വെച്ചെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, മാർക്കറ്റിൽ നിങ്ങൾ മാത്രമല്ല എന്ത് ചെയ്യുന്നത്, നിങ്ങളെ ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഏത് സർവീസോ അല്ലെങ്കിൽ ഗുഡ്സോ ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ മാത്രമല്ലല്ലോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വിസിബിലിറ്റി കൊടുത്താൽ മാത്രമേ കച്ചവടം കിട്ടുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്യുന്നില്ല. മേ ബി ചില ആളുകളുണ്ട് ഭയങ്കര അടിപൊളിയായിട്ട് സ്ഥാപനം ബിൽഡ് ചെയ്യും, ഭയങ്കര നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ആക്കാരം, നല്ല എല്ലാം ഉണ്ടാവും, പക്ഷെ ഒരു മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. ആൾക്കാരെ അറിയണ്ടേ ഇങ്ങനത്തുള്ള സാധനം അടിപൊളി സാധനം എന്നുള്ളത്? ഈ ആൾക്കാരേക്ക് മാർക്കറ്റിൽ ഡെഫിനേഷൻ തന്നെ എന്താ? ഗെറ്റിംഗ്, കീപ്പിംഗ്, ഗ്രോയിങ് കസ്റ്റമേഴ്സ് ത്രൂ ഡെലിവറിങ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് കസ്റ്റമർ സുപ്പീരിയർ വാല്യൂസ് എന്നാ. കസ്റ്റമേഴ്സിന് വേണ്ട വാല്യൂസ് ക്രിയേറ്റ് ചെയ്ത് ഡെലിവറി ചെയ്ത് കൊടുക്കല മാർക്കറ്റിംഗ്. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാം? അപ്പൊ മാർക്കറ്റിംഗ് എന്നുള്ളത് ഇപ്പൊ ചില ബിസിനസ്സുകാരെ വിചാരം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെയിൽ എന്നാ. സെയില് ഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഡിജിറ്റലിയോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ടോ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളെ കസ്റ്റമേഴ്സിന് കീപ്പ് ചെയ്യുക, ഗ്രോ ചെയ്യുക. മനസ്സിലായില്ലേ? മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.